Good morning friends. So നമ്മളെന്ന് ചെയ്യാൻ പോകുന്ന question illustration 1 AS1 question എന്താണെന്ന് വെച്ചാൽ in the books of Mrs. Prashant Limited closing inventory as of 31st March 2012 amounts to rupees 1,63,000 on the basis of FIFO method. Prashant Limited FIFO method ആണ് inventory value ചെയ്യുന്നത്. അതിന്റെ amount എന്ന് പറയുന്നത് അതിന്റെ value എന്ന് പറയുന്നത് 1,63,000 ആണ്. The company decided to change from FIFO method to weighted average method for ascertain the cost of inventory from the year 2011-12. FIFO method value ചെയ്തപ്പോൾ 1,63,000 അത് FIFO method weighted average method ലേക്ക് change ചെയ്തു. On the basis of weighted average method, closing inventory as on 31st March 2012 amounts to rupees 1,47,000. So weighted average method ലേക്ക് change ആയപ്പോൾ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1,47,000 ആണ്. Realizable value of inventory as on 31st March 2012 amounts to 1,95,000. അതിന്റെ net realizable value എന്ന് പറയുന്നത് 1,95,000 ആണ്. So discuss the disclosure requirement of change in accounting policy as per AS1. AS1 പ്രകാരം അവിടെ അക്കൗണ്ടിംഗ് പോളിസി എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ FIFO മെത്തേഡ് വെയിറ്റഡ് ആവറേജ് മെത്തേഡിലേക്ക് മാറ്റാം. അവിടെ ഒരു ചേഞ്ച് ആണ് നടക്കുന്നത്. സോ ഇങ്ങനെ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് ഡിസ്ക്ലോഷർ ചെയ്യുന്നത് ഇൻ നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്നാണ് ക്വസ്റ്റ്യൻ. So the answer എങ്ങനെ എഴുതാന്ന് വെച്ചാൽ as per AS1 disclosure of accounting policy, any change in an accounting policy which has a material effect should be disclosed in the financial statements. AS1 പ്രകാരം അക്കൗണ്ടിംഗ് പോളിസിയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുക അതിനൊരു മെറ്റീരിയൽ എഫക്റ്റ് ഉണ്ടാവുക. മെറ്റീരിയൽ എഫക്റ്റ് എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ ബേസിസ് ചെയ്തതാണ് അതൊരു മെറ്റീരിയൽ ആണോ ഇമ്മെറ്റീരിയൽ ആണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. സോ അവിടെ ഒരു മെറ്റീരിയൽ എഫക്റ്റ് ഉണ്ടായാൽ അത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് മീൻസ് നോട്ട്സ് ടു അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. The amount by which any item in the finance statement is affected by such change should also be disclosed to the extent ascertainable. So ഇങ്ങനെ മെറ്റീരിയൽ എഫക്റ്റ് ഉണ്ടാകുമ്പോൾ ആ ചേഞ്ച് നമുക്കൊരു എമൗണ്ട് അസർട്ടൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ അസർട്ടൈൻ ചെയ്ത എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ക്ലോഷർ ചെയ്യണം. Where such amount is not ascertained wholly or in part, the fact should be indicated. Suppose നമുക്ക് എമൗണ്ട് അസർട്ടൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫാക്ട് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. എവിടെ? ഇൻ നോട്ട്സ് ടു അക്കൗണ്ട്സ്. Thus Prashant Limited should disclose the change in valuation method of inventory and its effect on finance statement. So Prashant Limited എന്ത് ചെയ്യണം? ഇൻവെന്ററി വാല്യൂ ചെയ്തത് FIFO മെത്തേഡിൽ വെയിറ്റഡ് ആവറേജ് മെത്തേഡിലേക്ക് ചേഞ്ച് ആയി അതിന്റെ എഫക്റ്റ് നമ്മൾ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് ഡിസ്ക്ലോസ് ചെയ്യണം. The company will disclose the change in accounting policy in the following manner. കമ്പനി ഇങ്ങനെയായിരിക്കാം എന്ത് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിംഗ് പോളിസി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക. So the company value its inventory at lower cost of NRV. നമ്മൾ AS2 പറയുന്നുണ്ട് ഒരു ഇൻവെന്ററി വാല്യൂ ചെയ്യുന്നത് ആസ് പെർ AS2 വാല്യൂവേഷൻ ഓഫ് ഇൻവെന്ററി അറ്റ് കോസ്റ്റ് ഓഫ് NRV whichever is lower. കോസ്റ്റ് ഉണ്ട് NRV ഉണ്ട് അതിൽ ഏതാണ് ലോവർ ആ എമൗണ്ട് ആയിരിക്കും നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് എടുക്കുന്നത്. Since the net realizable value of all items in inventory in the current year is greater than the respective cost, the company values inventory at cost. ഇവിടെ നമ്മൾ FIFO മെത്തേഡ് വെയിറ്റഡ് ആവറേജ് മെത്തേഡിലേക്ക് മാറി. സോ വെയിറ്റഡ് ആവറേജ് മെത്തേഡിലെ വാല്യൂ എന്ന് പറയുന്നത് 1,47,000 NRV എന്ന് പറയുന്നത് 1,95,000 which is lower? 1,47,000 is lower. സോ കമ്പനി വാല്യൂ ചെയ്യുന്നത് എത്ര എമൗണ്ടിലായിരിക്കും? 1,47,000 ആയിരിക്കും കമ്പനി എന്ത് ചെയ്തിരിക്കുക? വാല്യൂ ചെയ്തിരിക്കുക. In the present year, that is 2011-12, the company has changed to weighted average method, which better reflects the consumption pattern of inventory for ascertaining inventory cost from the earlier practices using FIFO for the purpose. ഇവിടെ പറയുന്നത് the company in the current year 2011-12, the company changed the method from FIFO to weighted average method. So company FIFO എന്ന് weighted average method ലേക്ക് ചേഞ്ച് ആയപ്പോൾ which reflects the better consumption pattern for ascertaining inventory cost. അത് ഇൻവെന്ററി കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വളരെ ബെറ്റർ ഓപ്ഷൻ ആയിട്ട് എന്തായി കമ്പനിക്ക് തോന്നി. ഇതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് കമ്പനിക്ക് തോന്നി. സോ ഇൻവെന്ററി കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി. സോ അങ്ങനെയാണ് FIFO എന്ന് വെയിറ്റഡ് ആവറേജ് മെത്തേഡിലേക്ക് കമ്പനി ചേഞ്ച് ചെയ്യുന്നത്. സോ അങ്ങനെ ചേഞ്ച് ചെയ്തപ്പോൾ
സോ നേരത്തെ ഉണ്ടായിരുന്ന എമൗണ്ട് ഫിഫ മെത്തേഡിലെ എമൗണ്ട് നമ്മൾ 1,63,000 ഇപ്പൊ വെയിറ്റഡ് ആവറേജ് മെത്തേഡിൽ 1,47,000 ആയി. സോ അവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് കുറഞ്ഞു, 1,63 1,47 കുറഞ്ഞപ്പോൾ അവിടെ എന്ത് എഫക്റ്റും കൂടി ഉണ്ടായിട്ടുണ്ട്, പ്രോഫിറ്റ് കുറയുകയും കൂടി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി അറിയാം ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുമ്പോൾ പ്രോഫിറ്റ് കൂടുകയും ക്ലോസിംഗ് സ്റ്റോക്ക് കുറയുമ്പോൾ പ്രോഫിറ്റ് കുറയുകയും ചെയ്തു. സോ 1,63 1,47 ആയപ്പോൾ 16,000 ക്ലോസിംഗ് സ്റ്റോക്ക് കുറഞ്ഞിട്ടുണ്ട്. സോ 16,000 ക്ലോസിംഗ് സ്റ്റോക്ക് കുറഞ്ഞപ്പോൾ അവിടെ എന്തൊരു എഫക്റ്റും കൂടി ഉണ്ടായിട്ടുണ്ട്, പ്രോഫിറ്റ് 16,000 കൂടി കുറഞ്ഞിട്ടുണ്ട്. അതാണ് കറന്റ് പ്രോഫിറ്റ്. കറന്റ് പ്രോഫിറ്റും ഇൻവെന്ററിയുടെ വാല്യൂ 16,000 കുറഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ നേരത്തെ ഫിഫോ മെത്തേഡിലായിരുന്നു കമ്പനി ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ വെയിറ്റഡ് ആവറേജ് മെത്തേഡിലേക്ക് മാറി. കാരണം വിച്ച് റിഫ്ലക്ട് ബെറ്റർ കൺസംഷൻ പാറ്റേൺ ഫോർ അസർട്ടൈനിങ് ദ ഇൻവെന്ററി കോസ്റ്റ്. സോ അങ്ങനെ മാറിയപ്പോൾ എന്ത് സംഭവിച്ചു, 16,000 ഇൻവെന്ററി കുറഞ്ഞു. സോ ഇവിടെ നമ്മൾ ഇൻവെന്ററി വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് NR വിച്ച് അവർ സ്ലോവർ. കോസ്റ്റ് എന്ന് പറയുന്നത് 1,47,000 NRV എന്ന് പറയുന്നത് 1,95,000 ആണ്. സോ കമ്പനി ഡിസൈഡ് വാല്യൂസ് ഇൻവെന്ററി അറ്റ് 1,47,000. 1,40,000 മാറിയപ്പോൾ നേരത്തെ 1,63,000 1,47,000 മാറിയപ്പോൾ 16,000 കുറഞ്ഞിട്ടുണ്ട്. സോ അവിടെ ഇൻവെന്ററിയുടെ വാല്യൂ 60,000 കുറയും. അതിന്റെ എഫക്റ്റ് ആയി പ്രോഫിറ്റ് എന്തും കൂടി കുറഞ്ഞിട്ടുണ്ട്, 60,000 കൂടി കുറഞ്ഞിട്ടുണ്ട്. പ്രോസസ് സ്റ്റോക്ക് കുറയുമ്പോൾ പ്രോഫിറ്റും കുറയും. ഓക്കെ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ.